കിടന്ന പ്രവാചകൻ, വിശപ്പ് സഹിച്ച പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹ് നമുക്ക് ഇത് നിഅമത്ത് ആലോചിക്ക്, നമുക്കെങ്കിലും വല്ലതും ഉണ്ടോ? അൽഹംദുലില്ലാ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ആലോചിക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഭയം തന്ന് പരീക്ഷിക്കും, അള്ളാഹു പട്ടിണി തന്ന് പരീക്ഷിക്കും, അള്ളാഹു സമ്പത്തും തകർത്ത് കളയും, സാമ്പത്തികമായിട്ടുള്ളതൊക്കെ തകർന്നു പോകും. എത്ര സത്യവാ ചങ്ങാതി. സാമ്പത്തികമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അത് അള്ളാഹു തരുന്ന പരീക്ഷണമാ. അള്ളാഹു ചിലർക്ക് വാരിക്കോരി കൊടുക്കും, അള്ളാഹു മറ്റൊരു ചിലർക്കെല്ലാം നശിപ്പിച്ചു കളയും. അത് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം. അവൻ അള്ളാഹിനെ കുറ്റപ്പെടുത്തൂല, അവന് പണത്തിനെക്കാളും വലുത് അള്ളയാ. അള്ളാഹുവായ പടച്ചവനെ നിങ്ങൾ ചിന്തിക്ക്. നിനക്കിപ്പോ വീടും പറമ്പും ജാഗയല്ലാണ്ട്, എന്നാലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ മുത്തുനബിയുടെ അവസ്ഥ എന്തെന്നറിയോ? മുത്തുനബിയുടെ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ നമ്മളെല്ലാവരും വല്ലാത്ത പേടിയിലാണ്. അതേ, പൗരത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ വീട് പോകുമല്ലോ, എന്റെ ജാഗ പോകുമല്ലോ, എന്റെ ബിൽഡിംഗ് പോകുമല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദര, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവിടുന്ന് സ്വഹാബികളോട് ശത്രുക്കൾ പറഞ്ഞതെന്തെന്നറിയുമോ? എടാ, മക്കയിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് വെറും കയ്യോടെ പോകടാ. എടാ, നിനക്ക് അള്ളയാണോ വേണ്ടത്? നിന്റെ ദീനാണോ വേണ്ടത്? പുതിയ മതമാണോ വേണ്ടത്? എങ്കിൽ നിന്റെ സർവ്വതും ഈ നാട്ടിൽ തന്നെ കളഞ്ഞിട്ട് പോകടാ എന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ, അവിടുന്ന് സ്വഹാബത്തുണ്ടല്ലോ, മുഹാജിരീങ്ങളുണ്ടല്ലോ, അവരുടെ വീടുണ്ടല്ലോ, അവരുടെ ഈന്തപ്പന തോട്ടങ്ങളുണ്ടല്ലോ, അവരുടെ വാഹനങ്ങളുണ്ടല്ലോ, പടച്ചവനെ സർവ്വതും മക്കയിൽ കളഞ്ഞിട്ട് 8 വസ്ത്രത്തോടു കൂടിയാടാ പോയത്. കാരണം അവർക്ക് അള്ളയായിരുന്നു വലുത്. അവർക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വലുത് അള്ളയായിരുന്നു. അല്ലാതെ പണവോ വീടോ കൊട്ടാരങ്ങളോ ബിൽഡിങ്ങുകളോ കടകളോ സ്വർണവോ പണവോ ഇതൊന്നുമായിരുന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പിടി മണ്ണില്ലായിരുന്നടാ സ്വന്തമായിട്ട്. മുത്തുനബി മക്കയിൽ നിന്ന് പോകുമ്പോ പ്രവാചകന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. മുത്തുനബി അങ്ങനെയാ പോയത്. അല്ലാഹുവേ, ഇന്ന് നിന്റെ ചെറിയ കൂര കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞാ നിനക്ക് പേടി. എങ്കിലന്ന് നാട് കടത്തപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ കോടീശ്വരന്മാരാരെന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എത്ര വലിയ കോടീശ്വരനാണ് മിസ്അബ് എന്നറിയുമോ? മോനെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും ധരിക്കാറില്ല. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും സ്വർണത്തിന്റെ വസ്ത്രം ധരിക്കാറില്ല. മിസ്അബ് ധരിച്ചുകൊണ്ടാ നടന്നിരുന്നത്. സ്വർണത്തിന്റെ വസ്ത്രം സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ലല്ലോ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചുകൊണ്ട് നടന്നിരുന്നത്. സുഗന്ധം വാങ്ങാൻ വേണ്ടി ലക്ഷങ്ങൾ വാരിയെറിയുമായിരുന്നു. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ കുതിരയുടെ മുകളിൽ വരുന്നത് കാണാ. അല്ലാഹുവേ, മക്കത്തെ സുന്ദരികളായ പെണ്ണുങ്ങൾ വന്നിട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഒരു വെട്ടമൊന്ന് കാണുന്നതിന് വേണ്ടി. മക്കയുടെ പകുതിയും ആരുടേതായിരുന്നെന്നറിയോ? മിസ്അബിന്റെ ഉമ്മയുടേതാ. മക്കയിലെ പകുതി തോട്ടങ്ങളും മിസ്അബിന്റെ ഉമ്മയുടേതാണ്. അത്രയും വലിയ കോടീശ്വരനായിരുന്ന മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ പറഞ്ഞു, മിസ്അബേ, മുഹമ്മദിന്റെ കൂടെ പോയാ 5 നയാ പൈസ പോലും ഞാൻ നിനക്ക് തരില്ലടാ. എന്റെ സമ്പാദ്യത്തിൽ നിന്ന് 5 നയാ പൈസ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഉമ്മ പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്ത് അവിടെ നിന്ന് ധരിച്ചിരുന്ന കമീസ് ഉണ്ടല്ലോ, അല്ലാഹുവേ, ആ വസ്ത്രം കൂടെ ഊരുകയാണ്. എന്നിട്ട് ഉമ്മയുടെ കാൽ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു,